ഫുക്രിയിലേക്ക് സ്വാഗതം. മെസ്സിയെ ഉറക്കിക്കടത്തും ഞങ്ങൾ എന്നാണ് ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരത്തിന് മുമ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മെസ്സി ഇംഗ്ലണ്ടിനെ ഉറക്കിക്കിടത്തി. അത്യുജ്വലമായിരുന്നു ആ സെക്കൻഡ് ഹാഫിലെ രണ്ടാം പകുതിയിലെ മെസ്സിയുടെ കളി. പ്രത്യേകിച്ച് ആ രണ്ട് ഗോളുകൾക്ക് പിറകിലും മെസ്സിയുടേതായ തന്ത്രങ്ങളും മെസ്സിയുടെ ബുദ്ധിയും ഉണ്ട്. പ്രത്യേകിച്ച് ആ രണ്ടാമത്തെ ഗോളിൽ ലൗട്ടാരോ മാർട്ടിനസ് അടിച്ച ആ വിജയ ഗോളിൽ എന്തൊരു ഉജ്ജ്വല പാസ്സായിരുന്നു, ഒരു ക്രോസായിരുന്നു മെസ്സിയുടെ. കൃത്യമായിട്ട് തലയ്ക്ക് പാകത്തിൽ ലൗട്ടാരോ മാർട്ടിനസിൻ്റെ ഹെഡർ ആണെങ്കിൽ അത്യുജ്വലവും അതിഗംഭീര ഹെഡർ. അങ്ങനെ കൃത്യമായിട്ട് കളിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം 2 ഗോൾ അടിച്ച് അർജൻറ്റീന തുടർച്ചയായി കളികൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പിറകിൽ മെസ്സിയുടെ അസാധാരണമായ അതിഗംഭീരമായ പ്രചോദനാത്മകമായ ലീഡർഷിപ്പ് കൂടിയുണ്ട്. മെസ്സിയാണ് ഈ രണ്ടാമത്തെ ഹാഫിൽ കളി നന്നായി മെനഞ്ഞെടുത്തത് അർജൻറ്റീനയ്ക്ക് വേണ്ടി. അവസാന ഘട്ടങ്ങളിൽ 2 ഗോളുകൾ അടിച്ച് 55-ാമത്തെ മിനിറ്റിൽ 1 ഗോളിന് പിറകിലായിപ്പോയ അർജൻറ്റീനയെ അവസാന ഘട്ടത്തിൽ വിജയ ഗോളിലേക്ക് വരെ എത്തിച്ചതിന് പിന്നിൽ മെസ്സി തന്നെയാണ്. മെസ്സി ഗോൾ അടിച്ചില്ലെങ്കിലും മെസ്സിയെ ഉറക്കിക്കിടത്താൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞതേയില്ല. മെസ്സി അതിഗംഭീരമായ ഓൾറൗണ്ട് ഗെയിം കളിച്ച് കളി തീർച്ചയായിട്ടും അർജൻറ്റീന ഫൈനലിൽ എത്തുമെന്ന് ഉറപ്പുവരുത്തി. അതിഗംഭീരമായി തന്നെ അദ്ദേഹം രണ്ടാമത്തെ പകുതിയിൽ ഫൈനൽ തേർഡിൽ, അതായത് പെനാൽറ്റി ബോക്സിന് ചുറ്റുമുള്ള ആ ഏരിയയിൽ മെസ്സി കളിച്ചൊരു കളി എന്ന് പറയുന്നത് അസാധാരണമായിരുന്നു. എന്തായാലും മെസ്സി തന്നെയാണ് ഈ ഫൈനലിലേക്കുള്ള അർജൻറ്റീനയുടെ മുൻപോക്കിനും അർജൻറ്റീന ഫൈനലിൽ എത്തുന്നതിന് പിന്നിലും പ്രധാനമായ സംഭാവന നൽകിയത് എന്ന് പറയാതെ വയ്യ.